ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ പൊങ്കൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ജാനുവരി 14-നായിരുന്നല്ലോ പൊങ്കൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാരിയാണ് നൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ തലേ ദിവസം തന്നെ പ്ലീറ്റ്സൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് എനിക്കൊന്ന് ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 മാല എടുത്തേക്കുന്നത്, ഒന്ന് ആമിക്കും ഒന്ന് എനിക്കുമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ മാലയാണിത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവളൊരു വളയും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ചെറുത് ഞാൻ ആമയ്ക്ക് ഇട്ട് കൊടുത്തു, പിന്നീട് ഞാൻ വലുതെടുത്തു. എനിക്കാണെങ്കിൽ സാരി ഉടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് സാരി അങ്ങനെ ഉടുക്കാറുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്, സാരി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. എൻ്റെ നാത്തൂൻ മേടിച്ചതെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചുണർത്തി. അവരൊക്കെ 6 മണിക്ക് ശേഷമാണ് വിളിച്ചുണർത്തിയത്. ഞാൻ 5:30-ക്ക് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. 5:45 നമ്മുടെ ക്ലോക്കിൽ സമയം കാണിച്ചേക്കുന്നതെങ്കിലും 15 മിനിറ്റ് ഞാൻ ഫാസ്റ്റാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ എപ്പോഴും ക്ലോക്കിൽ സമയം കുറച്ച് ഫാസ്റ്റാക്കിയാണ് വെച്ചേക്കുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ കുരുത്തോല തോരണമൊക്കെ കെട്ടാനായിട്ട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചെറിയൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ട്. വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഐലൈനർ വരച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഫേസിൽ ക്രീമൊന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. ഒന്നും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഐലൈനർ വരച്ചു. അതിനുശേഷം സിന്ദൂറും വെച്ചു. പിന്നെ ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ ലിപ്സ്റ്റിക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഷെയ്ഡാണ് എൻ്റെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ എൻ്റെ ലിപ്സ് കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും വലിയ ഇത് തോന്നത്തില്ല, അതുകൊണ്ട് വൃത്തിയോട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കളറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊന്നും മേടിക്കാത്ത ഒരാളാണ്. കാരണം മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കിൻ ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ടൈപ്പ് ആയ കാരണം കൊണ്ട്. പിന്നെ മാത്രമല്ല, ഒരുപാട് പ്രോഡക്ട്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ പെട്ടെന്ന് കേടായി പോവും, ചീത്തയായി പോകത്തില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി റെഡി ആയതിനു ശേഷം മുല്ലപ്പൂവും കൂടി ചൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നോക്കുമ്പോഴത്തേക്കും കമ്മൽ മാറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കമ്മൽ ഞാൻ ശരവണയിൽ നിന്ന് കുറേ നാൾ മുന്നേ മേടിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ വിഷുവിന് എന്തോ ആണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഞാനതങ്ങനെ ഇടാറില്ല. ഇതുപോലെ സാരി ഉടുക്കുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ആ മാലയ്ക്കും കൂടി മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ ലുക്ക് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ വലുതായിട്ട് മേക്കപ്പ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒരുങ്ങാം കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു ലുക്കൊന്നും കിട്ടില്ലെങ്കിലും കുറച്ച് വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് പുറത്തൊക്കെ പോകാനും ഒക്കെ പറ്റുന്നൊരു ലുക്കാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വാതിലിലും ജനലിലും എല്ലാം മഞ്ഞളും കുങ്കുമവും ഒക്കെ ഒന്ന് തൊട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡാണ് അതൊക്കെ ചെയ്തു തരുന്നത്. പിന്നെ ഞാനിപ്പോൾ തലേ ദിവസം പച്ചരി കുതിർത്താനായിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ മാക്കോലം വരയ്ക്കാനായിട്ട്. അപ്പോൾ പച്ചരി അരച്ചിട്ടാണ് നമ്മൾ ഈ കോലം വരയ്ക്കുന്നത്. ഞാനിത് അടുപ്പിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കോലം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയത്. അപ്പോൾ പച്ചരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. എന്നിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് ലൂസാക്കരുത്. എന്നിട്ട് കുറച്ച് മഞ്ഞളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുന്നേ ഒന്നും ഞാൻ ചേർക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ റീസെൻ്റായിട്ടാണ് എവിടെയോ ഞാൻ കണ്ടതാണ്, കോലം ഇങ്ങനെ കിച്ചണിൽ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ കറി വയ്ക്കുന്ന മഞ്ഞളല്ല കേട്ടോ, ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന മഞ്ഞളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഞാൻ കുറച്ച് മഞ്ഞളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിലൊന്ന് ഡിസൈൻ വരച്ചു. പിന്നെ ആ ചുവരിൽ ആ ടെയിൽസിൽ ഞാൻ ചെയ്തില്ലേ, അത് അന്നപൂർണേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് റൗണ്ടിനിങ്ങനെ ആക്കി കൊടുത്തിട്ട് സെൻറ്ററിലൊരു കുങ്കുമം തൊട്ട് കൊടുക്കണം. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് നടക്കാനും അന്നപൂർണേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്, അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ഇവിടെ പൊങ്കൽ വെച്ചോളാൻ പറഞ്ഞു. പുള്ളി പോയിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും ഹസ്ബൻഡിനെ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആമിയെയും ഞാനൊന്ന് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റൗവിന്മേലൊക്കെ ഒന്ന് കുങ്കുമമൊക്കെ തൊട്ട് കൊടുക്കണമായിരുന്നു. ഹസ്ബൻഡ് ഇതിനിടയിൽ പുറത്ത് പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയായിരുന്നു കേട്ടോ. ഞാനിതാണ് പറഞ്ഞത്, അന്നപൂർണേശ്വരിയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെന്ന്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് വരച്ചേക്കുന്നത്. ശരിക്കും എല്ലാവരും പുറത്താണ് കേട്ടോ പൊങ്കൽ വയ്ക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ കോലം വരച്ചിട്ട് അടുപ്പ് കൂട്ടി എന്നിട്ടാണ് കലം വെച്ചിട്ട് അങ്ങനെയാണ് പൊങ്കൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്പേസിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ കിച്ചണിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന ഒരു വർഷം 2 വർഷത്തോളം പുറത്ത് ഞങ്ങൾ പൊങ്കൽ വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിനുള്ളിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ പൊങ്കൽ വയ്ക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ വിളക്കൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിളക്ക് വെച്ചതിന് ശേഷം നന്നായി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പൊങ്കൽ വയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ആമിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ ഒരു കനകാംബരം പൂവിൻ്റെ കാര്യം. അപ്പോൾ അത് ഞാൻ കൃഷ്ണനാണ് ചാർത്തി കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബെറ്റി ജോൺ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തേക്കുന്ന സെയിം കളറല്ലേ, സാരിയുടെ സെയിം കളറാണല്ലോ ആ പൂവ്. അപ്പോൾ ഞാനത് തലയിൽ ചൂടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. പക്ഷെ ഞാനും അത് ഓർത്തില്ല കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അടുത്ത് ഈ സാരി ഉടുക്കുകയാണെങ്കിൽ പൂ കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിനി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഓർത്തില്ല ശരിക്കും. പുള്ളിക്കാരി പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. ഞാനാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ഈ ഒരു തോരണം കെട്ടുന്നതിൻ്റെ ഇടയിൽ ഈ മാവിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടാനായിട്ടുള്ള ഞങ്ങൾ മേടിച്ചായിരുന്നു. ഇത് കെട്ടാനായിട്ട് പറയാനായിട്ട് മറന്നുപോയേ. പിന്നെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം പിന്നെ ഞാൻ തന്നെ പോയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പൊങ്കൽ വയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ പാത്രങ്ങളിലുള്ള സ്റ്റിക്കറുകളൊന്നും ഇളക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. നേരത്തെ അതിനെ എടുത്ത് എന്തായാലും 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തായാലും രാവിലെ ഇതൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് നമ്മൾ പാത്രം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ സ്റ്റിക്കർ ഇളകി വരും. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റി. പിന്നെ പച്ചരി ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം കടയിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പച്ചരിയില്ലേ, അതാണ്. കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല പച്ചരിയാണ്. അപ്പോൾ ഇത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസും ഒരു പിടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണ് പ്രസാദമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത്. അപ്പം ഞാനിന്ന് ചെയ്യുന്നത് വെൺപൊങ്കലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ള ഒരു പായസമാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മുടെ അരിപ്പായസമില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. സാധാരണ ഇവിടുത്തെ പൊങ്കലിന് എല്ലാവരും പച്ചരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പില്ലേ, അതാണ് പാസിപ്പരിപ്പെന്ന് തമിഴിൽ പറയും, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പൊങ്കൽ വയ്ക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കത് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ രീതിക്ക് ഞാൻ പൊങ്കലിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ അരി കഴുകുന്ന വെള്ളമില്ലേ, അതും കൂടി എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയർ പരിപ്പിട്ടിട്ടാണ് പൊങ്കൽ വയ്ക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുക്കാം, ഇല്ലെങ്കിൽ 1/4 ഗ്ലാസോളം എടുക്കാം കേട്ടോ. മാക്സിമം 1/2 ഗ്ലാസ്സാണ് ഇതാണ് അളവെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പച്ചരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കലത്തിലൊക്കെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളും കുങ്കുമവും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മഞ്ഞൾ ചെടിയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ മഞ്ഞൾ ചെടി നമ്മളിങ്ങനെ വെക്കുമെന്ന് കലത്തിന് ചുറ്റും. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിനും വെച്ച് കൊടുത്തിട്ട് ഹാരജമന്തി പൂ
ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചുറ്റിനും വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാനെല്ലാം ഫോട്ടോയിൽ വെച്ച കാരണം കൊണ്ട് തികഞ്ഞില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വെച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ തന്നെ ഞാൻ ഇതുപോലെ അരി കഴുകിയിട്ടുണ്ടായിരുന്ന വെള്ളമില്ല, അത് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അരി കഴുകിയ വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് പൊങ്കൽ വെക്കേണ്ടത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടാനും അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ആ അരി കഴുകിയ വെള്ളം എന്ന് പറയുന്നത് അരിയുടെ ആ ഒരു ടേസ്റ്റ് അതിനകത്ത് കാണും, അതുകൊണ്ടാണ് അത് വെക്കുന്നത്. മെയിനായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു കവർ പാല് പൊട്ടിച്ച് ഒഴിച്ചു. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അരി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, ഇത് എപ്പോഴാണ് പൊങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റീൽ കലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് പൊങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ പൊങ്കലോ പൊങ്കലെന്നിങ്ങനെ പറയണം. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുവേണം ഇതുപോലെ ആദ്യം അരി ഇടിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരും ഓരോ പിടി അരി വെച്ച് ഇടണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഹസ്ബൻഡ് വീട്ടിലില്ല. പിന്നെ താഴെ അച്ഛനാണെങ്കിൽ താഴെ വീട്ടിലില്ലായിരുന്നു, അവരൊക്കെ ക്ഷേത്രത്തിൽ പോയേക്കുമായിരുന്നു. ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ കൊണ്ടുവേണം ഇത് ചെയ്യിക്കാനായിട്ട്, ആദ്യത്തെ ഒരു പിടി അരി ഇടിക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയെ കൊണ്ടാണ് ഞാൻ ആദ്യം ഇടിയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും പിന്നെ ഞാനും ആമിയും എല്ലാവരും ഓരോ പിടി വെച്ചിട്ടിട്ടുണ്ട്. ഇത്തവണ ആരും തന്നെ വന്നിട്ടില്ല കേട്ടോ, നാട്ടിൽ നിന്നൊന്നും ആർക്കും വരാൻ പറ്റിയില്ല. ഇതിനിടയിൽ തന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊങ്കലിൻ്റെ അരിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ലാസ്റ്റാണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചുള്ള ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ ഇരിക്കുന്ന പൊങ്കലായതുകൊണ്ടാണ് ഇതിനെ വെൺപൊങ്കലെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം തേങ്ങ ചിരകിയായിരുന്നു ഞാൻ ഇതിനിടയ്ക്ക് തന്നെ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയോളം മുഴുവനായിട്ട് തന്നെ തിരകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക കൂടി ചതച്ച് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 പഴം, കുറച്ചധികം തന്നെ പഴം ഞാൻ ഇത്തവണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നിവേദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉദ്ദേശ അളവിനാണ് ഷുഗർ ഇട്ടത്. പക്ഷേ കുറച്ച് മധുരം കൂടിപ്പോയി. ഞങ്ങൾ പിന്നീട് കഴിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത്. പിന്നെ അവസാനമായിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്ക മുന്തിരിയും കൂടി വറുത്തെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇത്രയാണ് നമ്മുടെ പൊങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശർക്കര ചേർത്തിട്ടുള്ള നമ്മുടെ പായസം വയ്ക്കത്തില്ല, അങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. അതാണെങ്കിലും ചെറുപയർ പരിപ്പും പച്ചരിയും കൂടി ഞാൻ പറഞ്ഞ അളവിനെടുത്തിട്ട് ഇതുപോലെ ശർക്കര ചിരകി അങ്ങനെ ഇട്ട് എടുക്കാം, പഞ്ചസാരയ്ക്ക് പകരം. ഇല്ലയെന്നുണ്ടെങ്കിൽ പരിപ്പ് ചേർക്കാതെ തന്നെ വെറും അരിയിൽ മാത്രം ഇങ്ങനെ പാലൊഴിച്ച് തന്നെ സെയിം പ്രൊസീജിയറാണ്, പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സാധാരണ എല്ലാവരും വെക്കുന്നത്. ഞങ്ങൾക്കത് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വെച്ചാൽ മതിയെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസാദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി എടുത്തായിരുന്നു കേട്ടോ. ഇതിനിടയിൽ തന്നെ മാവൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കൊണ്ടുപോയി നിവേദ്യം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ പൊങ്കൽ വെച്ചതിന് ശേഷം നമ്മൾ സൂര്യദേവനാണ് സമർപ്പിക്കേണ്ടത്. അതായത് പുറത്ത് കൊണ്ടുപോയിട്ട് സൂര്യഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി നിന്നിട്ട് ഇത് മണിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ പൂജ ചെയ്താണ് നിവേദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. കാരണം അതുമാത്രമല്ല, എനിക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ അറിയത്തുമില്ല കേട്ടോ. അതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ചെയ്യാറുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് പൊങ്കലിന്. ഈ ഒരു ടൈമിലാണല്ലോ കരിമ്പിൻ്റെ സീസൺ എന്ന് പറയുന്നത്. കരിമ്പ് വിളവെടുക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും കരിമ്പ് മസ്റ്റായിട്ടുണ്ടായിരിക്കും. ഞങ്ങളും ചെറിയ 2 പീസ് മേടിച്ചായിരുന്നു. പക്ഷേ ഇവിടെ കഴിക്കാനായിട്ട് ആരുമില്ല കേട്ടോ, അതാണ് പ്രശ്നം. ഇതുവരേക്കും ആ കരിമ്പ് തീർന്നിട്ടുമില്ല. ഹസ്ബൻഡാണ് അത്രയും കഴിച്ചത്. കുറേ അങ്ങനെ ഇരിപ്പുണ്ട്. ആമിയും കഴിക്കത്തില്ല, ഞാനും കഴിക്കാറില്ല കേട്ടോ കരിമ്പ്. ഞാൻ പിന്നെ പോയിട്ട് പ്രസാദമൊക്കെ നിവേദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഹസ്ബൻഡ് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുത്തൊരു 11:30-ക്ക് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആമിയും ഹസ്ബൻഡും ഭയങ്കര ഉറക്കമാണ്. അവർക്ക് ഈ പൊങ്കലൊക്കെ കഴിച്ച് വടയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണം. പിന്നെ ഞാൻ വടയൊന്നും ഒരുപാട് ഉണ്ടാക്കിയില്ലായിരുന്നു, ഓരോ പീസ് വെച്ചാണ് ഉണ്ടാക്കിയത്. ഒരു 3 പീസാണ് രണ്ടിലും ചേർത്തെടുത്തത്. അപ്പം നമ്മളിന്ന് സദ്യയായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സദ്യ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനോടും ഞാൻ റെസ്റ്റ് എടുത്തോളാനായിട്ട് പറഞ്ഞത്. പിന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് വിളിച്ചില്ല. അപ്പോൾ നമ്മളിന്ന് കേരള റൈസിലുള്ള മട്ട റൈസിലുള്ള ചോറാണ് വെക്കുന്നത്. ഇതുപോലെ വിശേഷ ദിവസം വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. കുക്കറിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അവിയലും സാമ്പാറും രസവും പരിപ്പ് കറി ഉണ്ടായിരുന്നു, പപ്പടം, പിന്നെ പൊട്ടറ്റോ ഫ്രൈ, അത് ആമിയുടെ ഫേവറേറ്റാണ്. അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. സാധാരണ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും വെക്കാറുണ്ട്, എല്ലാ കറികളും നമ്മുടെ നാട്ടിലത്തെ രീതിക്ക്. പക്ഷേ ഇത്തവണ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ വെച്ചത്. കാരണം ആമിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാകുമ്പോഴത്തേക്ക് അവൾ കഴിച്ചോളും, ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വേസ്റ്റ് ആക്കും. പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ആദ്യമേ തന്നെ വന്നായിരുന്നു. അച്ഛൻ ആദ്യമേ കൊടുത്തു, എന്നിട്ട് അച്ഛൻ താഴെ പോയി. അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഇതിനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടല്ലോ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആമിക്ക് വട വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചതുകൊണ്ട്, വാശി കാണിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ആ മാവിലെല്ലാം വടയൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് ചായയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളിനി ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ അണ്ണാനഗറിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇവിടെ താമസിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. ദേവസ്വം ബോർഡിൻ്റെതാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനൊന്നും പറ്റുന്നുണ്ടായില്ല. മാത്രമല്ല പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അകത്തേക്ക് കയറാനൊക്കെ. അപ്പം ഞാൻ തിരിച്ച് വരുന്ന വഴിക്കാണ് വീഡിയോ ഒക്കെ എടുത്തതും. നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോയി താമസിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് അവരുടെ കൾച്ചറും കൂടി അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അത്രയും ഭംഗിയായിട്ട് അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കും ആഘോഷിക്കാം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ആഘോഷിക്കാൻ. ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉള്ളപ്പോഴും അമ്മയും ഇതുപോലെ ആയിരുന്നു എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഒരു ഒത്തുചേരലിൻ്റെ ആഘോഷങ്ങളാണല്ലോ. ആഘോഷങ്ങളെന്ന് പറയുന്നത് തന്നെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഒത്തുകൂടുന്നൊരു ദിവസമാണ്. പിന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഡേയും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഞാനൊരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ ആഘോഷിക്കാറുണ്ടോയെന്ന്. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്ത വർഷം പൊങ്കലിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഭഗവാനോട് പറഞ്ഞ് ക്ഷമ ചോദിച്ച്, നമുക്ക് തെറ്റിലൂടെയാണല്ലോ നമ്മൾ ശരി പഠിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.